നമുക്കിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, കോൺസ്റ്റൻറ്റ് ആണ്. ഇത് രണ്ട് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 6. എക്സിൻ്റെ ടേം 5 ആണ്, 5. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫാക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് 3ഉം 2 ആണ്. 3 മൾട്ടിപ്ലൈ ബൈ 2 നമുക്ക് 6 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2x പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു എത്രയെന്ന് കണ്ടുപിടിക്കാം. 3x സ്ക്വയർ പ്ലസ് 20x പ്ലസ് 33 ഈക്വൽ ടു 0. ആദ്യം നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് 3 മൾട്ടിപ്ലൈ ബൈ കോൺസ്റ്റൻറ്റും 33, ദാറ്റ് ഈസ് ഈക്വൽ ടു 99 ഉണ്ട്. എക്സിൻ്റെത് കോഎഫിഷ്യൻറ്റ് 20 ആണ്. നമുക്ക് 99 ഇങ്ങനെ എഴുതാം. 99 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 കിട്ടണം. അത് 11 9 കിട്ടും. 11 9 ആഡ് ചെയ്യുമ്പോൾ 20 ആണ്. സൈൻ നോക്കാം, നമുക്കിവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് രണ്ടും പ്ലസ് ആണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഫാക്ടർ കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. അതായത് ഫാക്ടർ 99, 3 പോകും, 33 3 ആണ്, 11 ഇൻറ്റു 1. നമുക്കിതാ 3 ഇൻറ്റു 3 9 ആണ്, 11. അപ്പോൾ 11 പ്ലസ് 9 20 കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കാം. നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്താൽ 3x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 9x പ്ലസ് 33 ഈക്വൽ ടു 0. നമുക്കിനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 3 ഈക്വൽ ടു 0. ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്, മൾട്ടിപ്ലൈ ബൈ കോൺസ്റ്റൻറ്റ് ടേം 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. എക്സ് 11 ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടണം. 18ൻ്റെ ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. 18ൻ്റെ ഫാക്ടേഴ്സ് 9ഉം 2 ആണ്. അതായത് 9 പ്ലസ് 2 11 ആണ്. നമുക്ക് സ്പ്ലിറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചും ചെയ്യാം. 2 9 3 ഇൻറ്റു 3 9 പ്ലസ് 2. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തത് 6x സ്ക്വയർ പ്ലസ് 9x പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഇത് നമുക്ക് x ഈസ് ഈക്വൽ ടു എത്രയെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസി മെത്തേഡിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി. നമുക്ക് -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈ രീതിയിലും കണ്ടുപിടിക്കാം. പക്ഷേ ഇത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ടാണ് ഈസി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.